കൂട്ടത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കളവാ പറയുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കളവാ പറയുന്നത്. ഇവരൊക്കെ ജീവിച്ചിരിക്കെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു പോയി. എന്നിട്ട് പ്രതിസന്ധികൾ മുറ്റി നിൽക്കുന്ന, പരസ്പരം കഴുത്തറുക്കുന്ന, പ്രത്യാഘാതങ്ങൾ ഉണ്ടായ ഒരുപാട് രംഗത്ത് ഒരു പ്രതിവിധി തേടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ഇവർ ആരെങ്കിലും പോയോ? നോ, ചരിത്രമില്ല. കാരണം എന്താ? ഒരല്ലാഹുവിന്റെ റസൂലിനെ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ജീവിത കാലഘട്ടത്തിൽ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്, മരിച്ചതിന് ശേഷം എന്ന് കൃത്യമായിട്ട് അറിവുണ്ട്. പക്ഷെ പിൽക്കാലക്കാർക്ക് ഇല്ലാതെ പോയതും ആ അറിവാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു അല്ലാത്ത ഇപ്പം ആളുകൾക്കൊക്കെ എന്തെല്ലാം പേടി. ചില ആളുകളെ പേടി, ഖബറിനെ പേടി, മക്കബറിലൂടെ നടന്നു പോകാൻ പേടിയാ. എന്തോ കാട്ടുന്നാണ്. മരിച്ച മനുഷ്യൻ എന്ത് കാട്ടാനാ? നമ്മളെന്തെങ്കിലും അങ്ങോട്ട് കാട്ടുക എന്നുള്ളതല്ലാതെ ഈ പേടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ. ചില ആളുകളുടെ ചില പ്രത്യേക രൂപഭാവഹാദികൾ വേഷം കണ്ടാൽ അതും പേടി. ആളുകൾക്ക് ഭയങ്കര പേടി. ഇപ്പോൾ എന്നിട്ട് ഈ ചുല്ലാത്ത കെട്ടുകഥകളും ഈ വർണ്ണനകളും വിശേഷണങ്ങളും ഒക്കെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ പാലക്കാട് സമ്മേളനത്തിൻ്റെ ഏതാണ്ട് ആ ചുറ്റിപ്പറ്റി ഇപ്പം ഞങ്ങളുടെ അവിടെ നാട്ടിൽ ഒരു നാടുകാണി ചുരത്തിൽ ഒരു ഖബർ ഉണ്ട്. ഖബർ അങ്ങോട്ട് പൊന്തലാണ്, ആരും പൊന്തിച്ചലൊന്നല്ല, അങ്ങനെ പൊന്തിണ്ടായി എന്നുള്ളതാണ് ഐതിഹ്യം, കണക്ക് തന്നെ. അപ്പൊ അതിലെ വരുമാനങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഒരു കഥ പ്രചരിപ്പിച്ചത്, അതിൽ നിന്നൊരു കൈ മേൽപോട്ട് ഉയർന്നു പൊങ്ങി വന്നു എന്നാ. അല്ല, അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖിന്റെ കൈ മേൽപോട്ട് വന്നു എന്നാ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു അവര്? അവിടെ താഴെ വന്നു, എടക്കര മുസ്ലിയാരങ്ങാടി വന്നു, പിന്നെ ജമാലുദ്ദീൻ മുസ്ലിയാരെയും കൂട്ടരെയൊക്കെ കൊണ്ടുപോയി ദ്വായിരന്ന് ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ ഇറക്കി എന്നതാണ് കഥ. അവിടെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അപ്പോ പാലക്കാട് സമ്മേളനത്തിന് പ്രചരണത്തിന് മൈക്കോച്ച് ഞാൻ പറഞ്ഞു, ചങ്ങാതിമാരെ നിങ്ങൾ വലിയ അബദ്ധമായി ചെയ്തത്, വലിയ അബദ്ധമാണ് ചെയ്തത്. അങ്ങനെ വല്ല കൈ ഒരു ഖബറിൽ നിന്ന് ഉയർന്നു വന്നാൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് കാണിച്ചു തരണ്ടേ? ഞങ്ങളെ മുജാഹിദുകൾ വിളിച്ച് കാണിച്ചു തരണ്ടേ? ഞങ്ങളെങ്ങാനും നിങ്ങളെ കാണിച്ചത് നിങ്ങളമാതിരി ഒഴിഞ്ഞ് അങ്ങോട്ട് ഇറക്കും, വലിച്ചിങ്ങോട്ട് കയറ്റിയിരുന്നു പറഞ്ഞാൽ ആ പറ്റില്ല. എന്നെ ഒരുപാട് പൂരം തെറിയൊക്കെ വിളിച്ചുകൊണ്ട് മൈക്ക് പ്രസംഗം പരിപാടികൾ നടക്കും. പക്ഷെ എന്താ, ആളുകൾക്ക് അതങ്ങനെ വിശ്വാസമാണ്. അപ്പൊ ഇവിടെ സംഭവം എന്താ ചോദിച്ചാൽ, ഇവിടെ ഒരു പഠനവും പരിചിന്തനവും ഒന്നുമില്ലാതെ പോയ വിഷയം എന്താണെന്നറിയുന്നത്? മനുഷ്യന്റെ വിശ്വാസമാണ്. മനുഷ്യന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ നമ്മുടെ ആധാരം? അത് കേട്ടുകേൾവി, അത് ഐതിഹ്യം, അത് താവഴിയായിട്ട് കിട്ടിയത്, പാരമ്പര്യമായിട്ട് കിട്ടിയത് അല്ല. ഇതിനെക്കുറിച്ച് വല്ല സ്റ്റഡീസ് ആൻഡ് റിസർച്ച്? നോ, അതില്ല. പഠനവും പരിചിന്തനവും അതില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഇറ്റലിയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ജാപ്പാനിൽ, ഇംഗ്ലണ്ടിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് പുട്ടപർത്തിയിലേക്ക്, അല്ലേ? പുട്ടപർത്തിയിലേക്ക് എന്താ സംഭവം? ഭഗവാൻ സായിബാബ, ഭഗവാനാണ് മൂപ്പര്. നല്ല ബുദ്ധിരാക്ഷസന്മാർ തന്നെയാണ് അവിടെ വരുന്നത്. ഇവരല്ലാത്തവരൊന്നുമല്ല. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, ഹൈക്കോടതി ജഡ്ജിമാര്, മന്ത്രിമാർ, മിനിസ്റ്റേഴ്സ്, രാഷ്ട്രനായകന്മാർ, ഇവരൊക്കെ വരികയാണ്. ഇവരൊക്കെ ഭഗവാനാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്താ പറഞ്ഞത്? മൂപ്പരുടെ കാർ ഒരു ബെൻഡിൽ പാളാൻ പോയപ്പം ഭഗവാനെ മനസ്സ് വിചാരിച്ചു സംഗതി ശരിയായിന. നമ്മുടെ നാട്ടിൽ ടി കോവൂരുണ്ട്. കോവൂര് മൂപ്പര് പിന്നെ ദൈവവും കോവിലും ഒന്നുമില്ല. മൂപ്പര് വെല്ലുവിളിച്ചിരുന്നു സായിബാബനെ. സായിബാബ, നിങ്ങൾ ഈ ജടയും മുടിയും ഒക്കെ ഒന്ന് മാറ്റി, ആ ജുബയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി, എന്തെങ്കിലും ഒന്ന്. മാജിക്കാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ആ ശാസ്ത്രത്തിൽ അദ്ദേഹത്തെ മറിച്ചിടാൻ പറ്റുന്ന മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷെ ഓലാരും മനുഷ്യന്റെ വിശ്വാസവും ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ കളി കളിക്കുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ ആ കളി കളിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം. അപ്പൊ കോവൂർ പറഞ്ഞു, നിങ്ങൾ ഈ ശൂന്യാകാശത്ത് നിന്ന് മാല എന്നാ പിടിച്ചോ, നിനക്ക് മാല. ടൈറ്റാൻ വാച്ചാ നിനക്ക് വേണ്ടെന്നാ പിടിച്ചോ. സായിബാബ ഇതൊക്കെ എടുത്തു കൊടുക്കും. കോവൂർ പറഞ്ഞു, മൂപ്പര് നിരീശ്വരവാദിയാണ്, യുക്തിവാദികളുടെ നേതാവാണ്. നിങ്ങളുടെ ഈ ജടയൊന്നും കളഞ്ഞ ജുബയും അഴിച്ചു മാറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതേപടി ഞാനും ചെയ്യുന്നു. കോവൂർ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഈ വെല്ലുവിളി സ്വീകരിച്ചില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അതിലൊന്നും മനുഷ്യന് പഠനവും പരിചിന്തനവും ഇല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം.
നമ്മുടെ വീട് വെക്കൽ, കൃഷി, വ്യവസായം, എല്ലാ കാര്യത്തിലും നല്ലതുപോലെ ചിന്തിച്ച് പഠിച്ച് കുറ്റമറ്റതാക്കി എല്ലാ ഇഷ്കാലും തീർത്തിട്ടല്ലേ നമ്മളങ്ങോട്ട് ഇറങ്ങുക? അതെ. പക്ഷേ മനുഷ്യൻ, ബുദ്ധിയും വിവേകവും ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ഉള്ള മനുഷ്യൻ എവിടെയാണ് നമ്മൾ വണങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുന്ന വിഷയത്തിൽ ഇവന്റെ ബുദ്ധി അരക്കാശിന്റെ ഫലം ചെയ്തില്ല. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ അവന്റെ ബുദ്ധി അവിടെ ഐസിലാണ്, ഫ്രീസറിലിട്ട് വെച്ചിരിക്കുകയാണെന്നർത്ഥം. ഒരു പഠനവും ഉണ്ടായില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ വധിക്കപ്പെട്ടു പോയ രാജീവ് ഗാന്ധി, നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, ഈ തമിഴ്നാട്ടിൽ ദേവരാല ബാബ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ദേവരാല ഒരു യോഗി വര്യനാണ്. പക്ഷെ മൂപ്പരുടെ ട്രേഡ് മാർക്ക് എന്താ ചോദിച്ചാൽ ഒരു നൂൽ ഉടുക്കൂല, പരിപൂർണ നഗ്നനാ. നഗ്ന സന്യാസിമാരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ മനുഷ്യന്റെ കഥകേട്. ആ മനുഷ്യൻ മാന്യമായി വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു കഥയില്ല. അയാൾ ഒരു നൂൽ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സംതിങ് ഡിവൈനിറ്റി, എന്തോ ദിവ്യത്വം ഉണ്ട്, എന്തോ കാര്യമായി മൂപ്പരിൽ. ഇവിടെയാണ് ഈ ഹമുക്കായ മനുഷ്യൻ നിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ കഥകേടിന്റെ ആഴമളക്കാൻ ഇത് മതി. എന്നിട്ട് ഈ നഗ്നസന്യാസിയുടെ അടുക്കൽ വന്നു പാട്ടേൽ, അന്നത്തെ ലോക്സഭാ സ്പീക്കർ പാട്ടേൽ വന്നു, രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിന്റെ മൂർധാവിൽ ഈ നഗ്നസന്യാസി കാല് ചവിട്ടി അനുഗ്രഹം വാങ്ങി മൂപ്പര് പോയി. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത വടക്കേന്ത്യയിൽ നിന്ന് എല്ലാവരും ഒഴുകിയിരുന്നു അങ്ങോട്ട്. അപ്പൊ ഈ ജാതി നഗ്നസന്യാസിമാരുടെ കാൽക്കൽ മണ്ണ് കപ്പി വീഴുന്ന, കവിണ്ണ് കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോട്ടോ രാഷ്ട്രീയക്കാർ തന്നെ കൊണ്ടുവരാറുണ്ട്. ഇത് മനുഷ്യന്റെ പരാജയമാണ്. സർവോന്നതനായ മഹോന്നതനായ രക്ഷിതാവിന്റെ മുമ്പിൽ മാത്രം വണങ്ങിയാൽ മതി, വേറെ ആരും പേടിക്കണം. എന്നെ പേടിച്ചോളി അല്ല പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരാൾ എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിച്ചാൽ പേടിയാ. ഈ ജാതി ആലിഹത്തുകൾ അങ്ങോട്ട് നിറച്ചു മനുഷ്യന്മാർ. അതിൽ തലക്ക് ലെക്കുള്ളവനുണ്ട്, ലെക്കില്ലാത്തവനുണ്ട്, മാനസിക നില തെറ്റിയവനുണ്ട്, ഉടുക്കാത്തവനുണ്ട്, ഉടുത്തോനുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. എന്താണ് ഊരും പേരും അറിയാതെ കബറുകൾ കെട്ടിപ്പൊന്തിച്ചവരുണ്ട്. എന്താണ് സംഭവം ഒന്നും അറിയില്ല. ഒക്കെ താവഴിയായിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതോ ഒരു വലിയന്റെ കബറാന്നുള്ളത് മാത്രമുണ്ട്, വേറെ കുറിച്ച് കൂളി വിവരമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവർ ഏറ്റുപിടിച്ചു. പഠനം വല്ലതും നടന്നോ? ചിന്ത നടന്നോ? ആലോചന വല്ലതും നടന്നോ? ഒന്നും ഉണ്ടായില്ല. ഇതാണ് മനുഷ്യന്റെ ആ ഏർപ്പാട്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിൽ എത്രത്തോളം ചോദിച്ചാൽ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ മനുഷ്യന്റെ മുമ്പിൽ ചെലവാകുന്ന എന്തും ഈ പറ്റിൽ ചെലവാക്കാൻ പറ്റുന്നുള്ളതാ. മനുഷ്യന്റെ സൂചി മുനയിൽ നിർത്താൻ പറ്റുന്നുള്ളതാ. ഇവിടെ ഈ ശാസ്ത്രത്തിൽ, ഈ വിഷയത്തിൽ അത് ആ കബളിപ്പിക്കപ്പെടൽ, ആ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരണമെങ്കിൽ ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം കണ്ട് പഠിക്കണം. ഒരു പകിട കളിക്കും നമ്മളെ കിട്ടൂല. ആ ജാതി ഒരു ഏർപ്പാടുകൾ. അപ്പൊ ഇത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം പഠിക്കാത്തത് കൊണ്ട് കബളിപ്പിക്കപ്പെടുകയും ചൂഷണത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന, ഭയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ബത്തേരിയിൽ നിന്നും KSRTC ബസ്സിൽ കയറി ഞാനും എൻ്റെ ജ്യേഷ്ഠനും KSRTC ബസ്സിൽ എൻ്റെ പിതാവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വരുതിയിൽ പോയതാണ്. ആളുകളൊക്കെ കമ്പി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചു, പടച്ചോനെ ഒരുപാട് കിലോമീറ്റർ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ഗൂഡല്ലൂർ വരെയൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ആളുകളൊക്കെ നിൽക്കുന്നതിനിടയിൽ KSRTCയുടെ 3 ആൾ ഇരിക്കേണ്ട സീറ്റ് ഉണ്ടല്ലോ, മുമ്പിൽ നിന്ന് 3ാമത്തെ സീറ്റിൽ ഒരു വിദ്വാൻ മാത്രം ഇരിക്കുന്നുണ്ട്, ഒരാൾ മാത്രം ഇരിക്കുന്നുണ്ട്. 2 ആൾക്ക് ഇരിക്കേണ്ട സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ അവിടെ പോയിട്ടിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ വയനാട്ടിൽ ആദ്യമായിട്ട് അഫ്ദുൽ പാസ്സായത് എൻ്റെ ജ്യേഷ്ഠനാണ്. അതിന് ശേഷമാണ് ബാക്കി അവിടെ മദനിമാരും അതേപോലെ തന്നെ ഫാറൂഖിമാരും ഒക്കെ ഉണ്ടായതിന് ശേഷം. ജ്യേഷ്ഠൻ ഇതിൻ്റെ രോഗം മനസ്സിലായി, ജ്യേഷ്ഠൻ അവിടെ പോയിരുന്നു. മൂപ്പരുടെ ഈ കോട്ടും അയാളുടെ വടിയും കൊടയൊക്കെ പാടെ കണ്ടാൽ, അതിൻ്റെ മുകളിലൊരു പച്ച വിരിപ്പൊക്കെ കണ്ടാൽ ഒരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നും. നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരാളാണ്. ഇരുന്നപ്പോൾ തന്നെ ജ്യേഷ്ഠനോട് ചോദിച്ചു, ചുണ്ടോൻ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ മരുതേലാന്ന് പറഞ്ഞു. ആഹാ, മരുതയിൽ VP ചെറിയാൻ, ഇംഗ്ലംബറ മോമാജി, VC ചെറിനെ പോലെ ഒക്കെ അറിയാം, പോലൊക്കെ മുജാഹിദാണല്ലേ? ഞാനും എന്ന് പറഞ്ഞു ജ്യേഷ്ഠൻ. എടാ, അത് ഈ ഇവിടെ ഇരുന്നപ്പോ തന്നെ ഉറപ്പല്ലേ? വേറെ ഒരുത്തിന് ധൈര്യം വരൂലായിരുന്നു. കണ്ടയ്യ് നിക്കണ്,
ഓരോരുത്തർ കമ്പി പിടിച്ച് നിൽക്കുകയാണ്, ഇരിക്കാൻ ധൈര്യം വരുന്നില്ല. എന്താ കാരണം? സംതിങ് ബിഹൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്തോ ഉണ്ട് മൂപ്പർക്ക്, കുരുത്തക്കേട്. കുരുത്തം ഉണ്ടാവില്ലല്ലോ, കുരുത്തക്കേട്. അപ്പോ അല്പം കഴിഞ്ഞു ഞാനും അവിടെ ചെന്നിരുന്നു, 3ാമത്തെ സീറ്റില്. അങ്ങനെ വർത്താനം അങ്ങനെ പറഞ്ഞു. വളരെ ഉമർ മൗലവിന്റെ വിളിയങ്കോട് ഉമർ മൗലവിന്റെ അഡ്രസ്സൊക്കെ കാറിന്റെ ഒക്കെ മൂപ്പരെടുത്ത് കാണിച്ചു തന്നു. നല്ല 1ാം നമ്പർ വിളവ് ബിരുദനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഈ ആളുകൾ മഹാമണ്ടന്മാരാ. മൂപ്പർ പറഞ്ഞ അഭിപ്രായം, അരക്കാശിന്റെ വിവരവനില്ല, ഓനൊക്കെ നമുക്ക് ഇങ്ങനെ ശരിപ്പെടുത്തി എടുക്കണം, എന്നെ പോലെ തോല് വേണമായിരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മൂപ്പര്. ഇടയ്ക്കൽ പാട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് മൂപ്പർ ഇറങ്ങിപ്പോയി. ഏതായാലും ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വിട്ട് ചെന്നപ്പം മുറ്റത്തിൻ്റെ ഇഷ്ടം നിൽക്കുന്നുണ്ട്, വീട്ടുമുറ്റത്ത്. സലാമൊക്കെ പറഞ്ഞ് അകത്ത് കയറി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ മൂപ്പർ ഒരു കഥ പറഞ്ഞു. അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും, വേഗം തടി പാസ്സാക്കും ചെയ്യും. അപ്പോ മൂപ്പർ പറഞ്ഞു, മൗലവി നിങ്ങൾക്ക് എന്നെ അറിയോ? ഞാനിവിടെ ഈ വെണ്ടേക്കുംപെട്ടിയിൽ കൈക്കോട്ട് കൊത്തി ആകെ തളർന്ന് എനിക്കതിനാവൂല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എറിഞ്ഞു പോയവനാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിളച്ചാൽ 25 ഉറുപ്പിക ഇവൻ തരൂല. പക്ഷേ ഇന്നവന്റെ കാശ് വാങ്ങാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. ഇന്നവന്റെ കാശ് വാങ്ങാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഈ കോട്ടും സൂട്ടും ഇതൊക്കെ സംഘടിപ്പിച്ചു എന്നാ. കൈക്കോട്ടൊക്കെ അവിടെ വെച്ച് മൂപ്പർ വയനാട് ഇവർക്ക് പറ്റിയ മണ്ണ. ചുരം മേപ്പെട്ട് കയറിയാൽ അവിടെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. അവിടെ നേരെ പള്ളി ശൂന്യമായിട്ട് കിടക്കുക, ആരുമില്ല പള്ളിയിൽ എന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, ഒരാൾ അയാളുടെ മകളെ കെട്ടിക്കുന്നുണ്ട്. അയാളുടെ വീട്ടിലേക്ക് മൂപ്പർ ക്ഷണിക്കാതെ അങ്ങോട്ട് ചെന്നു. മൂപ്പരെ പ്രഥമ ദൃഷ്ടിയാ തന്നെ കണ്ടാൽ ആരും ഒന്ന് ശ്രദ്ധിക്കും, ആ ജാതി വേഷഭൂഷാദികളാണ്. അങ്ങനെ അവിടെ അല്പം ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുത്തെ ഒരാളാണ് തോന്നുന്ന ഒരാളെ വിളിച്ചിട്ട്, ഈ പിതാവിന്റെ സാമ്പത്തിക ശേഷി, കുട്ടിനെ വളരെ പാവപ്പെട്ടവൻ, അവളൊക്കെ വിറ്റ് പിടിച്ചിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്, വളരെ സാമ്പത്തികമായിട്ട് വലിയ പ്രാരാബ്ധമാണെന്നൊക്കെ പറഞ്ഞു. മൂപ്പരുടെ പകരം 100 റുപ്യ അവിടെ കൊടുത്തു. 100 റുപ്യ അവിടെ വെച്ചു. എന്നിട്ട് നേരെ പള്ളിയിൽ, ആരോടൊന്നും മിണ്ടാൻ പോയില്ല, നേരെ പള്ളിയിൽ പോയി. സംസാരം മൂപ്പർ അവസാനം, പൊന്നാര മൗലവി ഞാനൊരാഴ്ച അവിടെ നിന്നുള്ളൂ, എൻ്റെ 100 റുപ്യക്ക് 6000 ചില്ലാൻ റുപ്യ പിരിച്ചിട്ടാണ് മമ്മുണ്ണി അവിടുന്ന് പോയത്. ആൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഈ മുക്കം സൈഡിലുണ്ട് ആള് എന്നാണ് എൻ്റെ ധാരണ. ഇവരുടെ മറ്റേ ശാസ്ത്രമൊന്നും ഇപ്പം നടക്കൂല, പ്രായം ചെന്ന് വളരെ വയോധികനായിട്ട്. അപ്പൊ ഈ ജാതി ആളുകൾ സമൂഹത്തിന്റെ ഈ വിവരമില്ലായ്മ കണ്ടുകൊണ്ട് അതിലേക്ക് വരികയാണ്. മനുഷ്യൻ ബോധവാനായാൽ ഈ ഏർപ്പാട്, ഈ കച്ചവടമൊക്കെ നിൽക്കും, സകല മക്ബറകളും പൂട്ടേണ്ടി വരും. മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം പഠിച്ചാൽ മതി, പൂട്ടിയിട്ട് ആപ്പീസ് കൂടും ഇതിൻ്റെയൊക്കെ. നിങ്ങൾ നോക്കൂ, ഏതൊരു പ്രവാചകനാണ് ഇത് പഠിപ്പിച്ചത്? ഖബർ നിങ്ങൾ നോക്കൂ, ഒരു ഖബറും മുഅ്മിനും തമ്മിലുള്ള ബന്ധം എന്താ? നല്ലതുപോലെ പഠിച്ചോളൂ. 2 പ്രശ്നം. 3ാമതൊരു വകുപ്പ് അതിലില്ല. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനം വിരോധിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം, ഇസ്ലാമിന്റെ ആദ്യകാല